ഹായ് ചങ്കുകളെ, എല്ലാവർക്കും മഫിൻ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റിലൊരു കറിയുടെ റെസിപ്പിയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് പ്രവാസികൾക്കും ബാച്ചിലേഴ്സിനും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പിയുടെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി ആ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ആ തക്കാളിക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. തക്കാളിക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു മൺചട്ടിയോ ഒരു കടായിയോ എടുത്ത് വയ്ക്കുക. ഇപ്പോൾ സ്റ്റൗ ഓൺ ചെയ്യരുത്. ആദ്യം കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം സ്റ്റൗ ഓൺ ചെയ്യുക. ഞാൻ 3 മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. സ്ലൈസ് ചെയ്ത് ഇതുപോലെ അത്യാവശ്യം വലുപ്പത്തിന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി ഭാഗം കട്ട് ചെയ്തതും, ഒരു തണ്ട് കരിവേപ്പിലയും, 2 പച്ചമുളക് നെടുവെ കീറിയതും, 1 ടീസ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തതാണ്, 7-8 ചെറിയുള്ളി നെടുവെ പൊളന്നതും, ചെറിയുള്ളി ഇല്ലെങ്കിൽ മീഡിയം സൈസ് സവാള എടുത്താൽ മതി, എന്നിവ ചേർത്ത് കൈകൊണ്ടോ സ്പൂണ് കൊണ്ടോ നല്ലപോലെ ഒന്ന് ഞവടി ഉടച്ചെടുക്കുക. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 3/4 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി ഇല്ല എങ്കിൽ 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിക്ക് പകരം 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ വെച്ചോ കൈ വെച്ചോ ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. വെളിച്ചെണ്ണ ചേർക്കുന്നത് കറിക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കും, അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യരുത്. ഇനി കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് തിളയ്ക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടെ ഏകദേശം ഒരു 10 മിനിറ്റ് വരെ അടച്ചു വെച്ചൊന്ന് വേവിക്കുക. തക്കാളിയൊക്കെ നല്ലപോലെ കുക്കായി വെന്തുടഞ്ഞു വരണം. അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളം അല്പം ഒന്ന് വറ്റി വരണം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. ഇപ്പോൾ ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒന്നും കൂടെ വെള്ളം ഒന്ന് കുറച്ചുകൂടെ വറ്റി വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 3-4 മിനിറ്റ് മീഡിയം തീയിൽ തുറന്നു വെച്ചൊന്ന് വേവിക്കുക. ഇപ്പോൾ ഇവിടെ വെള്ളമൊക്കെ വറ്റി തക്കാളിയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിന്റെ മർമ്മപ്രധാനമായ ഐറ്റം എന്ന് പറഞ്ഞാൽ അരമുറി തേങ്ങയുടെ കട്ടിയുള്ള 1 കപ്പ് 1/4 പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 30 സെക്കൻഡ് 1 സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തേങ്ങാപ്പാൽ ഇതിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടണം. മിക്സിയിലേക്ക് അരമുറി തേങ്ങ ചിരകിയതും 3/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്താൽ കറക്റ്റ് 1 കപ്പ് പാല് കിട്ടും. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വേണമെങ്കിൽ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ കറി നന്നായിട്ട് തിളയ്ക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതി. ഒരുപാട് തിളപ്പിച്ചു കഴിഞ്ഞാൽ പാല് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കറി ഒന്ന് തിളച്ചു വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. കൂടെ തന്നെ 1 സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് സമയം മിക്സ് ചെയ്ത് കൊടുക്കണം. എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എരിവ് കുറവുണ്ടെങ്കിൽ 1-2 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഈ കറിക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് വറകിട്ട് ചേർക്കുമ്പോഴാണ്. അതിനു വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക.
വെളിച്ചെണ്ണ ചേർക്കുമ്പോഴായിരിക്കും കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 5 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് ബ്രൗൺ കളർ ആകാൻ തുടങ്ങിയാൽ ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു 10 സെക്കൻഡ് മാത്രം ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഈ വറവൊന്ന് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വറവ് ചേർത്ത ഉടനെ തന്നെ ഇതൊന്ന് അടച്ചു വെക്കണം. എന്നാലേ ആ വറകിന്റെ സ്മെല്ലും ഫ്ലേവറൊക്കെ കറിയിൽ കിട്ടുകയുള്ളൂ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഇതുണ്ടാക്കിയെടുക്കാനും. പുതിയ രീതിയിലുള്ള ഒരു തക്കാളിക്കറിയാണ്. ദാ നോക്കി, കാണാനെന്ത് മനോഹരമെന്ന്. കാണാൻ മാത്രമല്ല കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രവാസികൾക്കും ബാച്ചിലേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയുള്ള ഒരു വീഡിയോ ആണിത്. എല്ലാവരും മിസ് ചെയ്യാതെ ഇതൊന്ന് കണ്ട് ഇതൊന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷൻ ആണിത്. ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചേക്കണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറന്നുപോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തിരിക്കണേ. ഇതിലും നല്ല കിടിലം കിടക്കാച്ചി വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളുടെ സ്വന്തം മാഫിൻ. ബായ് ബായ്.